എന്താ ദേവുട്ടി പ്രശ്നം? എന്താ ഇന്ദുമതി അമ്മ പ്രശ്നം? ആ, തക്ക സമയത്ത് തന്നെ എത്തേണ്ടവരെത്തിയല്ലോ. അതെ, ഇവക്ക് തോന്നുന്ന പോലെ വന്നു കയറാനും ഇറങ്ങി പോവാനുള്ള സ്ഥലമല്ല ഇത്. കുറച്ചു ദിവസം മുമ്പേ ഇനി എങ്ങോട്ടും പോവില്ലെന്നും ഞാൻ പറയുന്നൊക്കെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളാന്നും പറഞ്ഞ ഇവള് വീണ്ടും ഇതിനകത്തോട്ട് കയറി വന്നേ. ഇപ്പൊ ദേ ഇവക്ക് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരണമെന്ന്. അതാണോ പ്രശ്നം? അതിനെന്താ, ദേവുട്ടി എന്റെ കൂടെ പോന്നോട്ടെ. അവിടെ ആവുമ്പോ നിത്യവും ക്ഷേത്രത്തിലും പൂക്കടയിലും ഒക്കെ പോവാലോ. അതൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിലും ആവാലോ. അതിന് നിങ്ങളുടെ അടുത്ത് തന്നെ ഒന്ന് താമസിക്കണമെന്നുണ്ടോ? ഇന്ദുമതി അമ്മേ, ദേവീ കടാക്ഷമുള്ള പെൺകുട്ടിയാണ് ദേവുട്ടി. അവളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ വിലങ്ങുതടിയാവരുത്. ഓ, എന്തോന്ന് ദേവി കടാക്ഷം. തോന്നിവാസമൊക്കെ കാണിച്ചിട്ട് എല്ലാം ദേവിയുടെ പേരിലാക്കിയാ മതിയല്ലോ. അങ്ങനെയൊന്നും പറയരുത്. ഇവളുടെ നിത്യപ്രാർത്ഥനയുടെ ഫലമാണ് ഈ വീടിന്റെ പോലും ഐശ്വര്യം. ഐശ്വര്യം കടവും ബാധ്യതയും കാരണം കിടന്ന് ചക്രശ്വാസം വലിക്കുക, അതാണ് ഇവളുടെ ഐശ്വര്യം. അങ്ങനെയൊന്നും നിങ്ങൾ ഇവളെ അധിക്ഷേപിക്കരുത്. ദേവൂട്ടി എന്റെ ഒപ്പം വരുന്നത് ആരോരുമില്ലാത്തൊരു പാവം ബാലികയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാ. അത് മാത്രമല്ല, അവളുടെ ആഗ്രഹം പോലെ എല്ലാ ദിവസവും ദേവീ സന്നിധിയിൽ ദർശനം നടത്താനും കൂടി വേണ്ടിയാ. അതിന് നിങ്ങളായിട്ട് വിഘ്നം ഉണ്ടാക്കരുത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഇവളുടെ ശുപാർശയ്ക്ക് നിങ്ങൾ വന്നല്ലോ. ദേ, തുറന്നു പറയുന്ന കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളെ പോലുള്ളവരാ ഇവളെ ഇത്രയും വഷളാക്കുന്നത്.